KSFEയുടെ ജില്ലകളിലെ മേഖലാ ഓഫീസുകളിൽ ബിസിനസ് പ്രൊമോട്ടറാകാൻ നിങ്ങൾക്കും അവസരമുണ്ട്. 1000-ലധികം ഒഴിവുകളാണുള്ളത്. ഫെബ്രുവരി 15 വരെ ഓൺലൈനായിട്ട് അപേക്ഷിക്കാം. അപേക്ഷ സമർപ്പിക്കുമ്പോൾ തിരഞ്ഞെടുക്കുന്ന മേഖലാ ഓഫീസുകളിൽ കരാർ നിയമനത്തിലാണ് അവസരം. എങ്ങനെയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടതെന്ന് നോക്കാം. ഗൂഗിളിൽ KSFEയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. ആദ്യം തന്നെ കിടക്കുന്ന കരിയേഴ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഓപ്പൺ ചെയ്യുക. അപ്പോൾ നമുക്കൊരു PDF ഫയൽ ഓപ്പൺ ആയി വരും. ബിസിനസ് പ്രൊമോട്ടേഴ്സ് എന്ന് എഴുതിയ ആ PDF ഫയൽ ഓപ്പൺ ചെയ്യുക. ആ PDF ഫയൽ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആ നോട്ടിഫിക്കേഷൻ കാണാൻ കഴിയും. അതിൽ പറയുന്നത് കേരള സർക്കാർ സ്ഥാപനമായ KSFEയിൽ കരാർ വ്യവസ്ഥയിൽ ബിസിനസ് പ്രൊമോട്ടർക്കായി അപേക്ഷ ക്ഷണിക്കുന്നു. പ്രായപരിധി പറയുന്നത് 20 വയസ്സ് മുതൽ 45 വയസ്സ് വരെയാണ്. വിദ്യാഭ്യാസ യോഗ്യത 10ാം ക്ലാസ് ആണ്. അധിക യോഗ്യതകൾ പറയുന്നത് +2, ഡ്രൈവിംഗ് ലൈസൻസ്, സ്വന്തമായി വാഹനം, മാർക്കറ്റിംഗ് രംഗത്തെ മുൻപരിചയം എന്നിവയാണ്. അപേക്ഷിക്കേണ്ട അവസാന തീയതി ഈ വരുന്ന ഫെബ്രുവരി 15-ാം തീയതിയാണ്. അപേക്ഷ ഓൺലൈനായിട്ടാണ് സമർപ്പിക്കേണ്ടത്. അപേക്ഷ സമർപ്പിക്കുമ്പോൾ തിരഞ്ഞെടുക്കുന്ന മേഖലാ ഓഫീസുകളിലായിരിക്കും നിയമനം. ഓൺലൈനായി അപേക്ഷിക്കേണ്ട ലിങ്കാണ് ചുവടെ ചേർത്തിരിക്കുന്നത്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നമ്മൾ ആ അപേക്ഷയിലോട്ട് ഡയറക്റ്റായിട്ട് എത്തും. ലിങ്ക് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഡയറക്റ്റായിട്ട് ആ അപേക്ഷാ ഫോമിലേക്കാണ് എത്തുന്നത്. ഇത് മുഴുവൻ വിവരങ്ങളും നമ്മൾ കറക്റ്റായിട്ട് ഫില്ല് ചെയ്യണം. ആദ്യം ഫുൾ നെയിം, ജെൻഡർ, അച്ഛൻ്റെയോ അമ്മയുടെയോ പേര്, മൊബൈൽ നമ്പർ, ജനന തീയതി, വയസ്സ് എന്നിവയാണ് ആദ്യം ചോദിച്ചിരിക്കുന്നത്. അതിനുശേഷം നമ്മുടെ മേൽവിലാസം, ID കാർഡ് നമ്മൾ സെലക്ട് ചെയ്യണം. ആധാർ, പാന്, വോട്ടർ ID ഈ 3 ID കാർഡാണ് അവിടെ ഓപ്ഷനിൽ കൊടുത്തിരിക്കുന്നത്. അതിൽ ഏതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ നമ്പർ നമ്മൾ താഴെ കൊടുക്കണം. അതിനുശേഷം വിദ്യാഭ്യാസ യോഗ്യത സെലക്ട് ചെയ്യണം. 2 വീലർ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെങ്കിൽ അത് yes or no കൊടുക്കണം. അതിനുശേഷം പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന KSFE റീജിയൻ സെലക്ട് ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട്. ഈ വീഡിയോയുടെ അവസാന ഭാഗത്ത് റീജിയൻ വൈസ് ബ്രാഞ്ച് ലിസ്റ്റ് ഏതൊക്കെയാണെന്ന് വിശദമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ആ ലിസ്റ്റ് പരിശോധിച്ച് കഴിയുമ്പോൾ ഏതൊക്കെ മേഖലാ ഓഫീസുകളാണ് നമ്മുടെ വീടിൻ്റെ പരിസരത്ത് വരുന്നത് എന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയും. അതനുസരിച്ചിട്ട് നമുക്കിവിടെ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന KSFE റീജിയൻ ഏതാണെന്ന് സെലക്ട് ചെയ്യാൻ കഴിയും. അത് സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്യണം. മാക്സിമം സൈസ് പറയണത് 1 MB ആയിരിക്കണം. ഫോട്ടോ അപ്ലോഡ് ചെയ്തതിന് ശേഷം നമുക്ക് സബ്മിറ്റ് ആപ്ലിക്കേഷൻ കൊടുക്കാവുന്നതാണ്. സബ്മിറ്റ് ആപ്ലിക്കേഷൻ എന്ന് കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റഡ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞ് കാണിക്കും. ആപ്ലിക്കേഷൻ നമ്പർ കിട്ടും നമുക്ക്. ഈ നമ്പർ നമ്മൾ ഓർത്ത് വെക്കണം. കാരണം ഇനി നമുക്ക് ഇൻ്റർവ്യൂവിൻ്റെ കാര്യങ്ങൾക്കൊക്കെ ഈ നമ്പർ ആവശ്യമായിട്ട് വരും. ഇതാണ് റീജിയൻ വൈസ് ബ്രാഞ്ചിൻ്റെ ലിസ്റ്റ്. ഈ റീജിയനുകളിലാണ് നമുക്ക് വേക്കൻസി വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും നിങ്ങളുടെ വീടിനടുത്ത് വരുന്ന റീജിയൻ ഏതാണെന്ന് ചെക്ക് ചെയ്യുക. എന്നിട്ട് എല്ലാവരും ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുക.